പ്രതിപക്ഷം അങ്ങനെ പറയട്ടെ. എന്നെ കാണാൻ വന്ന വയോധികയെ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ തെറ്റായ വാർത്തയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രായമായവരെ മുഴുവൻ ഞാൻ താഴെയാണ് കാണുന്നത്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ. 3 മണിക്ക് അവിടെ ചെന്ന് അവരെ കണ്ടതിന് ശേഷമാണ്, മിക്കവാറും 100-ലധികം പേര് അവിടെ തന്നെ ഉണ്ടാവും. അവരെ കണ്ടതിന് ശേഷമാണ് ഞാൻ മുകളിൽ വന്ന്, ചിലപ്പോൾ പ്രായമായവരല്ലാതെയും ചിലപ്പോൾ കയറി വരും, പ്രായമായവരും ഉണ്ടാവും. ഞാൻ അവരെ ഇവിടെ നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം. കാരണം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് ഈ വരാന്തയിൽ നിൽക്കുമ്പോൾ ഉള്ള വിഷമം കൊണ്ടാണ് താഴെ അത് ഓപ്പൺ ചെയ്ത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും പ്രായമായ ആളുകൾക്കും ഇരിക്കാൻ സൗകര്യം കൊടുത്തത്. ഈ വയോധിക വീണ്ടും വന്ന് ബഹളം ഉണ്ടാക്കി. അവർക്ക് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് കോടതിയിലാണ്. എന്നെ വന്ന് കണ്ടിരുന്നു, നമുക്ക് ചെയ്യാൻ പരിമിതികളുണ്ട്, കേസ് കോടതിയിലാണ് ആൾക്ക്. അപ്പോൾ അവർ താഴെ വന്ന് ഭയങ്കരമായി ബഹളം ഉണ്ടാക്കിയപ്പോൾ അവരെ പോകാൻ നിർബന്ധിച്ചിട്ട് അവർ പോയില്ല. അന്ന് അവരെ പോലീസ് കൊണ്ടുപോയി, ഇവരെ മകളെ വിളിച്ചു. അപ്പോൾ മകൾ വന്നില്ല കൊണ്ടുപോകാൻ. എന്നിട്ട് പോലീസ് ജീപ്പിൽ കയറില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ടിക്കറ്റ് എടുത്തിട്ട് അവരെ യാത്രയാക്കിയത്. ഇതാണ് സംഭവം. തെറ്റായ വാർത്തയാണ്. അല്ല, അത് അവർ പരാതി കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ തെറ്റായ പരാതിയാണ് കൊടുത്തത്. ഞാൻ അവർക്ക് എന്താണ്, അല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ, നിങ്ങൾ അന്വേഷിക്കുകയും കൂടി വേണമല്ലോ. നിങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറയില്ല, ഞാൻ പറയണത് ശരിയല്ല. എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ കാര്യമാണെന്ന്. അല്ല, രണ്ടാമത്തെ കാര്യം ഈ ഒരു കുണ്ടറയിലെ കസ്റ്റഡി മരണ ആരോപണം ജൂൺ 16-നാണ് ഒരു ആൺകുട്ടിയെ കാണാതായ പരാതിയിലാണ് കസ്റ്റഡിയിലെടുത്തത്. 17-ന് വിട്ടയച്ചു. സംഭവം നടന്നു 13 ദിവസത്തിന് ശേഷം ജൂലൈ 2-ന് സിയാദിനെ നാട്ടുകാരനായ ഒരു യുവാവിൽ നിന്നും മർദ്ദനമേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കുണ്ടറയിലെ കേസ് 13 ദിവസത്തിന് ശേഷം പോലീസ് വിട്ടയച്ച് 13 ദിവസത്തിന് ശേഷം ഒരാൾ മർദ്ദിച്ചു. ജൂലൈ 25-ന്, അതായത് ആളെ വിട്ടയച്ചത് 17-ാം തീയതിയാണ്, ജൂൺ 17-ാം തീയതി. ഒരു മാസവും കഴിഞ്ഞ് ജൂലൈ 25-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ചികിത്സയിരിക്കെ മരിച്ചു. പോസ്റ്റ്മോർട്ടം മെഡിക്കൽ റിപ്പോർട്ട് സിയാദിൻ്റെ മരണം ഹെപ്പറ്റൈറ്റിസ് രോഗബാധ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പിതാവിൻ്റെ സഹോദരൻ നൽകിയ മൊഴിയുടെയും ജൂലൈ 2-ലെ സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. അല്ല, അത് അന്വേഷിക്കട്ടെ. പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അന്വേഷണം. നിങ്ങൾ പറഞ്ഞാൽ ഇത്രയും ഗ്യാപ്പുണ്ട്, എന്നിട്ടും അത് അന്വേഷണം നടത്താതെ തള്ളിക്കളയല്ല ചെയ്ത്. അന്വേഷണം നടത്തുകയാണ്. ഒരു സംഭവം ഉണ്ടായാൽ അന്വേഷിക്കണം. അല്ല, ഇത് പറഞ്ഞാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടും ഗവൺമെൻറ് എന്താ തീരുമാനം എടുത്തേക്കണത്? സർക്കാർ തീരുമാനം എടുത്തേക്കണം. ഞാൻ മൊഴിയുടെ കാര്യമാണ്. സർക്കാർ എടുത്തേക്കണ തീരുമാനം എല്ലാ അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. ആ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനമെടുക്കും.